സംവിധായകൻ്റെ പടമാണ്, സംവിധായകൻ്റെ എഡിറ്ററുടെ പടമാണിത്. അതുപോലെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓരോ കട്ടിങ് സീനൊക്കെ ഉണ്ടാവുമല്ലോ, ബേസിലേക്ക് ബെസ്റ്റ് പെർഫോമൻസ് ആവശ്യം. ഇൻട്രോയിലൊക്കെ ബേസിൽ തകർത്ത് വരുവാണ്. ഇൻട്രോയിൽ കഴിഞ്ഞ് കഥ വേറൊരു സ്റ്റൈലിലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം കിടിലായിട്ടുണ്ട്. മെയിൻ ആക്ടേഴ്സിനേക്കാളും വർക്ക് അവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 5 ആക്ടേഴ്സ്, പിന്നെ പഴയ ചാന്ദിനി ചെറിയ റോളൊക്കെ ചെയ്ത ചാന്ദിനി ഇതിനകത്ത് മെയിൻ റോളാണ് കയറി ചെയ്തിരിക്കുന്നത്. ഉഗ്രനായിട്ടുണ്ട് പടം. ചെമ്പൻ്റെയൊക്കെ മെയിൻ എന്ന് വെച്ചാൽ ബേസിലിൻ്റെ ടോപ്പ് അതാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. ഉഗ്രം പടം, അടിപൊളി. സൗബിനും ബേസിലും ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒന്നിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? സൗകര്യം ബേസിൽ അല്ല, അവരെ ബെസ്റ്റ് പെർഫോമൻസ് ആണല്ലോ. കാരണം ബേസിലിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല പെർഫോമൻസ് അതിനകത്ത് കണ്ടിരിക്കുന്നത്. ബേസിൽ ഓരോ സീനൊക്കെ ഇൻട്രോയിൽ ഒരു സീനുകൾ കിട്ടും, കട്ട് ചെയ്ത സീനുകളൊക്കെ. അതായത് എഡിറ്റിങ്ങിൻ്റെയും ഭംഗിയുണ്ട്. അടിപൊളി പടം. മസ്റ്റ് വാച്ച് ആയിട്ടാണല്ലോ ഈ ബേസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ചേരുന്നുണ്ടോ? അല്ല, എസ് നേരത്തെ വന്നിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ അതിൻ്റെ പുള്ളി ഒരു സൈക്കോത്തിക്കാണ് അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെയാണ് കാണിക്കുന്നത്. അത് നല്ലപോലെ പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടം. അൻപുറക്ഷീസിൻ്റെ മാത്രമല്ല, ഇത് ശ്രീനിവാസൻ്റെ പടമാണ്. ഡയറക്ടറുടെ പടം കേട്ടോ, കിടിപ്പ പടം. പടം നൈസായിരുന്നു. ഒരു ഷാപ്പിലുള്ള ഒരു കൊലപാതകം, അത് റിലേറ്റഡായിട്ടുള്ള സംഭവം കോമഡി ട്രാക്കിലൂടെ എന്നാൽ സെയിം ബേസിൽ ത്രില്ലർ കീപ്പ് ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ക്ലൈമാക്സിനത്തെ സാൽവസ് ഉണ്ടായിരുന്നു. മേക്കിംഗ് വേണ്ട BGM നൈസാണ്. ബേസിൽ പൊളിച്ചിട്ടുണ്ട്. എന്താ പറയുക, പുള്ള ഒരു സെയിം ശൈലി തന്നെ, പക്ഷേ രസമുണ്ടായിരുന്നു. എല്ലാവരും രസമുണ്ടായിരുന്നു. അത്യാവശ്യം സൗകര്യമാണെങ്കിലും നമ്മുടെ എല്ലാവരും ആലോചിച്ചിട്ടുണ്ട്. ചെമ്പതിനോട് നൈസായിട്ടുണ്ട്. ക്ലൈമാക്സ് നൈസായിട്ട് നമുക്ക് മേക്കിംഗ് നൈസാണ്. എടുത്തു പറഞ്ഞ മേക്കിംഗ് നൈസാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിട്ടുന്ന സാധനം. കോമഡി ത്രൂ ഔട്ട് ഉണ്ട് അതിലൂടെ. പക്ഷേ എന്നാൽ കോമഡി ഓവർ ആവാതെ ത്രില്ലർ കൂടി എന്നിട്ട് രണ്ടും നല്ല കണ്ടക്ട് ചെയ്തത് മേക്കിങ്ങും. മേക്കിൻ്റെ ഒരു ഫസ്റ്റ് ഫിലിമാണ്, ഡെബ്യൂ ഫിലിമാണ്. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഒരിക്കലും ഇല്ല. ഒരു എന്താ പറയുക, ഒരു പക്ക കിട്ടുന്ന ഡയറക്ടറിനെ പോയി ഫസ്റ്റ് ടൈം പറഞ്ഞിട്ടില്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അൻവർഷിദ് പറഞ്ഞ ആവശ്യമില്ല, പുള്ളിയെല്ലാം നോക്കി കണ്ട് സ്ക്രിപ്റ്റ് നോക്കി എന്താ പറയുക, മേക്കിംഗ് നോക്കി അൻവർഷിദ് പുള്ളി എടുക്കുന്ന പടങ്ങൾ, ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും എന്തെങ്കിലും ഒന്ന് പടത്തിലുണ്ടാവും. ബേസിൽ ഏത് സിനിമ അഭിനയിച്ചോ ആ സിനിമ വിജയിക്കും. കാരണം ബേസിൽ ഒരു പുള്ളി ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഏത് പടത്തിലും പുള്ളിക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അത് പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണ്. അതുപോലെ തന്നെ ഒരു സൗബിൻ സാഹിബ് ഏത് പടം എടുക്കുകയാണെങ്കിലും അഭിനയ സാധ്യതയുള്ള റോളാണെങ്കിൽ അതിലൊന്നും നോക്കില്ല. മറ്റു നടന്മാരെ പോലൊന്നും ഒന്നും നോക്കുന്നില്ല. ഏത് വേഷം കോലം കെട്ടാനും പുള്ളി തയ്യാറാണ്. പുള്ളി അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, എനിക്ക് സൗന്ദര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല എന്നെ എല്ലാവരും ധരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെയാണ് പുള്ളി അങ്ങനത്തെ ഒക്കെ വേഷം ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് നല്ല ഇതുണ്ട്, അഭിനയ സാധ്യതയുള്ള ഇതാണ്, റോളാണ്. അടിപൊളി പടമാണ്. നല്ല ക്രൈം ത്രില്ലറാണ്. നല്ല സംവിധാനമൊക്കെ നന്നായിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ. കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു പറയുന്നതൊക്കെ കോമഡി ഒന്നുമില്ല. എന്നാലും നൈസായിട്ടുള്ള ചില വാക്കുകൾ കൊണ്ടുള്ള ഇതൊക്കെ നമുക്ക് ചിരിക്കാറുണ്ട്. സിറ്റുവേഷൻ കോമഡികളും ഇടയ്ക്ക് വരുന്ന ഡയലോഗൊക്കെ നമുക്ക് അത്യാവശ്യം ചിരിക്കാറുണ്ട്. അല്ലാതെ കോമഡി എന്ന് പറഞ്ഞാൽ എടുത്തൊക്കെ അങ്ങനെയൊന്നും പറയാനില്ല. ഒരു ക്രൈം ത്രില്ലറാണ്. അതൊരു സസ്പെൻസ് ക്രൈം ത്രില്ലർ തന്നെയാണ്. കണ്ടിരിക്കാം. ഒട്ടും ലാഗില്ലാതെ നമ്മൾ എൻഗേജാണ് ഫുൾ ടൈം. നല്ല പടം, നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. സൗബിൻ സൂപ്പറായിട്ടുണ്ട്. ബേസിൽ എല്ലാവരും അവരുടെ കോംബോ എങ്ങനെയുണ്ട്? അത് വർക്കൗട്ടായോ? അവരുടെ കോംബോ വർക്കൗട്ടായോ? സൗബിൻ ബേസിൽ കോംബോ എല്ലാം കൊണ്ട് നല്ല ത്രില്ലർ. നമ്മളങ്ങനെ കണ്ടിരുന്ന് പോകും. ഓൾറെഡി അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ കണ്ടിരുന്ന് പോകും. ഞെട്ടിച്ച് എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ബേസിൽ ജോസഫ് സൂപ്പറായിട്ട് നന്നായിട്ട് ചെയ്തു. സൗബിൻ സാറ് നന്നായിട്ട് അടിപൊളി കോംബോ ആണ്. അത് കണ്ടറിയണം. നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക് യു. ഇതിൽ ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാവരും കണ്ടാൽ അറിയാം.